ഹലോ നമസ്കാരം, ഞാൻ അമലാണ്. 2-3 ദിവസം കൊണ്ട് കുറച്ച് വെറൈറ്റി പരിപാടികളാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ലവ് കൊണ്ടുവന്നായിരുന്നു. അതിനുശേഷം നമ്മളത് വേറൊരു കൂട് ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ട് ഒരു വെറൈറ്റി സാധനം, അതായത് നമ്മുടെ ഇൻഡോറൊക്കെ വെക്കാൻ പറ്റും. നമ്മുടെ ലവ് ഒക്കെ ഇവിടെ അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കര ബഹളമൊക്കെ കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ ഒരു ചെടിച്ചട്ടി എന്ന് വെച്ചാൽ അകത്ത് വെക്കാൻ പറ്റും. ഇതിനകത്തൊരു പ്ലാന്റൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു പാലച്ചെടിയാണ്. അച്ചാച്ചൻ രാവിലെ എണീറ്റ് നോക്കി, ഇവന്മാർക്ക് വേറെ ഒരു പണിയില്ല, 2 ദിവസമായി തുടങ്ങിയിട്ടെന്ന്. അങ്ങനെ ഞങ്ങളിത് ഡിസൈനിങ്ങും പരിപാടികളൊക്കെ തുടങ്ങി. കൂട് ഒരുവിധം റെഡിയായി. കൂട് കാണുമ്പോൾ മനസ്സിലാവും വലിയ പണിയൊന്നുമില്ല. ചെടിച്ചട്ടിയുടെ സൈഡിൽ കേബിൾ ടൈ അടിച്ച് ജസ്റ്റ് റൗണ്ട് ചെയ്തിട്ട് മേളിൽ നമ്മളൊരു ഫാൻ്റെ ഒരു ഇത് വെച്ചിട്ട് അടച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇതാണ് കൂട്. ഇതിനകത്ത് പ്രത്യേകം വെച്ചാൽ നമുക്ക് ഇൻഡോർ വെക്കാം, അകത്ത് വെക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് വേസ്റ്റ് ഒന്നും അങ്ങനെ പുറത്ത് വീഴത്തില്ല, മണ്ണിൽ തന്നെ വീഴും. അതങ്ങനെ അങ്ങ് പോവുകയും ചെയ്യും, ചെടിക്ക് വളമാവുകയും ചെയ്യും. നീല, മഞ്ഞ, വെള്ള, പച്ച വേണ്ട. പച്ച വേണ്ടേ? പച്ച എനിക്ക് നീ കൊണ്ടുവരുന്നേ. അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ലവ് പച്ച വേണ്ട, നമ്മൾ കൊണ്ടുവന്ന എല്ലാം പച്ച കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്. നമ്മളിതേ വന്നിരിക്കുന്ന ഏഞ്ചൽസ് എന്ന് പറഞ്ഞ ഒരു പെറ്റ് ഷോപ്പിലാണ്. നമ്മുടെ അഞ്ചൽ അഗസ്ത്യക്കോടാണ് കേട്ടോ സ്ഥലം വരുന്നത്. ഇവിടുത്തെ ഫിഞ്ചസ് ഉണ്ട്, ലവ് ബേർഡ്സ് ഉണ്ട്, പിന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഉണ്ട്. ആഫ്രിക്കൻ ലവ് ബേർഡ്സ് അല്ല, ആഫ്രിക്കൻ ഫിഞ്ചസ് ആണെന്ന്, മറ്റേനൊക്കെ കുറച്ചുകൂടെ വലുത്. അങ്ങനെ ഞങ്ങളിത് 2 നോർമൽ ഫിഞ്ചസിനെയാണ് മേടിച്ചത്. നമുക്ക് 500 രൂപയാണ് 2 ആയത് കേട്ടോ. പിന്നെ കുറച്ച് തിന മേടിച്ചു. ഫിഞ്ചസിനും ലവ് ബേർഡ്സിനും എല്ലാം തിനെയാണ്. പിന്നെ ഫുഡ് വെച്ച് കൊടുക്കാനുള്ള സാധനം മേടിച്ചു. പിന്നെ നമുക്ക് കൂട്ടിനകത്ത് ഒക്കെ ഈ കിളിക്ക് കയറി മുട്ട ഇടാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒരു സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവന് ഇവിടെ വന്നപ്പോൾ ഷാർജ വേണം. അങ്ങനെ ഷാർജയും കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നപ്പോൾ 4 പേരും ലവ് ബേർഡ്സിനെ കൊണ്ടുവന്നപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോയി. ഇതിപ്പോൾ ഞാനും അനിയനും മാത്രമേ ഉള്ളൂ. എല്ലാവരും സിറ്റൗട്ടിൽ നിരന്നിരിപ്പുണ്ട് കിളിയെ കൊണ്ടുവരുന്നത് കാണാനായിട്ട്. അങ്ങനെ അച്ചാമ്മ അച്ചാച്ചനും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ കിളിയെ കൊണ്ടുവന്ന് പപ്പ ഇടയ്ക്ക് വിളിച്ച് പറഞ്ഞായിരുന്നു കൂട്ടിനകത്തൊരു കമ്പൊന്ന് 2 വെക്കണേന്ന്. പപ്പ ഒരു വലിയൊരു ചില്ല എടുത്തിട്ട് തലകുത്തനെയൊക്കെ വെച്ചു. പിന്നെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിളി ഇതിനകത്തേക്ക് ഇറക്കി വിടുന്ന പരിപാടിയാണ് കേട്ടോ, ഫിഞ്ചസിനെ. അപ്പോൾ ഇതിനകത്തേക്ക് ഇറങ്ങാൻ കുറച്ച് നേരം പണിപ്പെട്ടു കേട്ടോ. ഇതിനകത്ത് തന്നെ ഇരിക്കുമായിരുന്നു, ഇറങ്ങിയില്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം പുറത്തിറങ്ങി നിന്ന് പരിസരമൊക്കെ നോക്കി സേഫ് ആണെന്ന് മനസ്സിലായതിന് ശേഷം ഇവൻ ഒറ്റ ചാട്ടത്തിന് താഴേക്ക് ഇറങ്ങി കേട്ടോ ചെയ്തത്. നമ്മുടെ കഴിഞ്ഞ ദിവസം ലവ് ബേഴ്സിനെ കൊണ്ടുവന്ന വീഡിയോ കണ്ടവർക്ക് അറിയാം, നല്ല പണിപ്പെട്ടിട്ടാണ് നമ്മളെല്ലാത്തിനും 22 ഉണ്ടായിരുന്നു കൂട്ടിനകത്തേക്ക് ഇറക്കിയത്. ഇത് പക്ഷേ 2 ഉള്ളതുകൊണ്ട് നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ പടപടയെന്ന് ഇതിനകത്ത് ഇറക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ അതേ ആദ്യം ഇത് കൂട്ടിനകത്തൊക്കെ ഇറങ്ങിയിട്ട് കൂടൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. അങ്ങനെ ഇത് കിളി പോയിരിക്കുകയാണ് എവിടെ വന്നേക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ എനിക്കൊന്ന് ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു വീട്ടിലേക്ക് വന്നു വെച്ച് കഴിഞ്ഞാൽ സെയിലിന് ഇവർ അവിടെ നിന്ന് വിട്ടിട്ട് ഷോപ്പിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു വീട്ടിലേക്ക് ഇതിങ്ങനെ വന്ന് സെറ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ തറയിലൊക്കെ കുറച്ച് തിന നമ്മൾ ഇട്ട് കൊടുത്തത്, മണ്ണിലൊക്കെ പോയി തിനയൊക്കെ കൊത്തി തിന്നുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും സെറ്റായി, കൂടുമായിട്ടൊക്കെ നല്ല പരിചയമായി. ഇത് മേളിലൊക്കെ കയറാൻ തുടങ്ങി, നമ്മൾ വെച്ച കൂടിൻ്റെ മണ്ടയിലൊക്കെ വന്നിരിക്കാൻ തുടങ്ങി കേട്ടോ. ഈ ഒരു കൂടൊക്കെ നമ്മൾ ചുമ്മാ വെച്ച് കൊടുത്തേ കേട്ടോ. ഫിഞ്ചസ് ശരിക്കും സ്വന്തമായിട്ട് കൂടുണ്ടാക്കി മുട്ട എടുത്തോളെന്നാണ് കേട്ടോ പുള്ളിക്കാരൻ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള പുതുമയുള്ള വീഡിയോസ് ഇനി മുമ്പോട്ട് ഉണ്ടാവും. നമ്മുടെ ലവ് ബേഴ്സിൻ്റെ ഫിഞ്ചസിൻ്റെ ഒക്കെ വിശേഷങ്ങൾ, അങ്ങനെ പുതിയ പ്ലാനൊക്കെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇനി മുമ്പോട്ടുണ്ടാവും. ഓക്കെ, താങ്ക്